ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. യഹൂദരുടെ വിളവെടുപ്പ് ഉത്സവം ആഘോഷിക്കാൻ എല്ലാ യഹൂദന്മാരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നപ്പോൾ ചില യവനന്മാരും ദൈവത്തെ ആരാധിപ്പാൻ വന്നു. യവനന്മാർ സത്യം, ജ്ഞാനം, അറിവ്, വിവേകം എന്നിവയുടെ അന്വേഷകരായിരുന്നു. യേശു ചെയ്ത അത്ഭുതവും ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതും മറ്റു പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് അവർ അവനെ സന്ദർശിക്കാൻ വന്നത്. പാപിയായ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരം യേശു സ്വയം ഏറ്റെടുത്തു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പാപിയായ മനുഷ്യൻ്റെ മേൽ ദൈവക്രോധം ചൊരിയേണ്ടിയിരുന്നതെല്ലാം കർത്താവ് സ്വയം സഹിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ തെളിയിക്കപ്പെട്ട സത്യം നിങ്ങളോട് ഈ ശുഭസന്ദേശത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഈ സത്യം അറിഞ്ഞ് കർത്താവിനെ സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.